ലോകമേറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ പശ്ചിമേഷ്യൻ സമാധാന നീക്കങ്ങൾ കനലിലൊഴിച്ച എണ്ണ പോലെ ആളിപ്പടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പ്ലാൻ ഇറാൻ തള്ളിക്കളഞ്ഞതോടെ മേഖല ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക്, ഒരുപക്ഷെ ചരിത്രം കാണാനിരിക്കുന്ന ഏറ്റവും വലിയ കരയുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ഭീതിയാണ് ആഗോള സമൂഹത്തിനുള്ളത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഇറാനെതിരായ സൈനിക നീക്കം വൈറ്റ് ഹൗസ് അതീവ ഗൗരവത്തോടെ വിലയിരുത്തുമ്പോൾ അതിൻ്റെ അലയൊലികൾ കേവലം യുദ്ധഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അന്താരാഷ്ട്ര എണ്ണ വിപണിയിലും സ്വർണ്ണവിലയിലും ഓഹരി വിപണികളിലും ഈ സംഘർഷം ഏൽപ്പിക്കുന്ന ആഘാതം വരും ദശകങ്ങളിൽ ലോക സമ്പദ്വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. സമാധാനത്തിനുള്ള നേരിയ സാധ്യതകൾ പോലും മങ്ങുന്ന ഈ സാഹചര്യത്തിൽ ഭൗമരാഷ്ട്രീയവും സാമ്പത്തിക സുരക്ഷയും എങ്ങനെ പരസ്പര ബന്ധിതമായി തകരുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണിത്. ട്രംപ് മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾ ഇറാൻ തള്ളിയതോടെയാണ് നയതന്ത്ര ശ്രമങ്ങൾ വഴിമുട്ടിയത്. ചർച്ചകൾക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോഴും അമേരിക്കയുടെ പ്ലാൻ അവർ ആന്തരികമായി പരിശോധിക്കുന്നുണ്ടെന്ന വാർത്തകൾ നേരിയ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ തങ്ങളെ ആക്രമിച്ചവരുമായി ഒരേ മേശയ്ക്കപ്പുറമിരുന്ന് ചർച്ച നടത്താൻ തങ്ങൾ തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്റെ പരമോന്നത നേതൃത്വം. മുൻപ് പലതവണ ചർച്ചകൾക്ക് സന്നദ്ധമായപ്പോഴും അമേരിക്കയും ഇസ്രയേലും സമാന്തരമായി സൈനിക നീക്കങ്ങൾ നടത്തിയെന്നതാണ് ഇറാന്റെ പ്രധാന ആരോപണം. ഇസ്രയേൽ ഇറാനിൽ ഇതിനോടകം 15,000-ലധികം ബോംബുകൾ വർഷിച്ചുവെന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ സമാധാന ചർച്ചകൾ കേവലം ഒരു പുകമറയാണോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് പകരം ആക്രമണം അവസാനിപ്പിക്കാനും നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനും ഹോർമൂസ് കടലിടുക്കിൽ തങ്ങളുടെ പരമാധികാരം അംഗീകരിക്കാനുമാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ലോകത്തിന്റെ ഊർജ്ജ ഞരമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമൂസ് കടലിടുക്കിലെ പുതിയ നിയന്ത്രണങ്ങൾ ആഗോള വിപണിയെ ശ്വാസം മുട്ടിക്കുകയാണ്. ഹോർമൂസ് ഇനി പഴയപടിയാവില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറും ഭീഷണിയല്ലെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ വിലയിരുത്തുന്നു. ശത്രുരാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കർശന വിലക്കേർപ്പെടുത്തിയ ഇറാൻ മറ്റു കപ്പലുകൾക്ക് കടന്നുപോകാൻ കടുത്ത ഉപാധികളാണ് വെച്ചിരിക്കുന്നത്. ജീവനക്കാരുടെ പശ്ചാത്തലം മുതൽ ചരക്കിന്റെ കൃത്യമായ വിവരങ്ങൾ വരെ ബോധിപ്പിക്കേണ്ടി വരുന്നത് ആഗോള ചരക്ക് നീക്കത്തെ സാവധാനത്തിലാക്കിയിട്ടുണ്ട്. ഇതോടെ അന്താരാഷ്ട്ര എണ്ണവില കുതിച്ചുയർന്നു. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്നത് വരാനിരിക്കുന്ന പണപ്പെരുപ്പത്തിന്റെ വ്യക്തമായ സൂചനയാണ്. പശ്ചിമേഷ്യയിൽ മാത്രമല്ല, യുക്രൈൻ റഷ്യൻ റിഫൈനറികൾക്ക് നേരെ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങളും അമേരിക്കയിലെ ടെക്സസിലുണ്ടായ സ്ഫോടനങ്ങളും എണ്ണ വിപണിയെ വൻ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. എണ്ണക്കടലിൽ തീപടരുന്ന അവസ്ഥയാണിപ്പോഴുള്ളത്. ഈ പ്രതിസന്ധിയിൽ ഇന്ത്യയുടെ അവസ്ഥ അതീവ സങ്കീർണമാണ്. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തടസ്സപ്പെട്ടതോടെ ഇന്ത്യ കൂടുതൽ ആശ്രയിക്കുന്നത് റഷ്യയെയാണ്. എന്നാൽ യുക്രൈൻ ആക്രമണത്തിൽ റഷ്യൻ എണ്ണശാലകൾ തകരുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇന്ത്യൻ വിപണിക്ക് രാമനവമി പ്രമാണിച്ച് ലഭിച്ച അവധി ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. വിപണി വീണ്ടും തുറക്കുമ്പോൾ ആഗോളതലത്തിലെ ഈ തകർച്ചയെ ഇന്ത്യൻ സൂചികകൾ എങ്ങനെ നേരിടുമെന്നത് ആശങ്കാജനകമാണ്. സെൻസെക്സും നിഫ്റ്റിയും കഴിഞ്ഞ ദിവസം മികച്ച നേട്ടമുണ്ടാക്കിയെങ്കിലും ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനവ് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയെ ചുവപ്പണിയിക്കാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ സ്വർണ്ണവില ഔൺസിന് $4,500 കടന്ന് റെക്കോർഡ് ഉയരത്തിൽ നിൽക്കുന്നത് നിക്ഷേപകരെ സുരക്ഷിത താവളങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരൻ്റെ ബജറ്റിനെ അത് താളം തെറ്റിക്കുന്നു. യുദ്ധം അനിയന്ത്രിതമായ തലത്തിലേക്ക് വളർന്നുവെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ മുന്നറിയിപ്പ് ഗൗരവകരമാണ്. ലെബനൻ മറ്റൊരു ഗാസയായി മാറാൻ അനുവദിക്കരുതെന്ന് അന്റോണിയോ ഗുട്ടറസ് ആഹ്വാനം ചെയ്യുമ്പോൾ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം മേഖലയെ മൊത്തത്തിൽ വിഴുങ്ങുകയാണ്. ഇതിനിടയിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ആഭ്യന്തര കലഹങ്ങളും ചർച്ചയാകുന്നുണ്ട്. ഇറാനെതിരായ തന്റെ സൈനിക വിജയത്തെ തകർക്കാൻ ആഭ്യന്തര ശത്രുക്കൾ ശ്രമിക്കുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം. രാഷ്ട്രീയമായ ഈ വടംവലികൾക്കിടയിൽ യഥാർത്ഥത്തിൽ നരകിക്കുന്നത് സാധാരണക്കാരാണ്. യുദ്ധം നീണ്ടുപോകുന്നത് സാമ്പത്തിക ആഘാതം വർദ്ധിപ്പിക്കുക മാത്രമല്ല, തലമുറകളോളം നീണ്ടുനിൽക്കുന്ന വെറുപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും വിത്തുകൾ പാകുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ ലോകം ഇപ്പോൾ ഒരു നിർണായക സന്ധിയിലാണ്. സമാധാന പ്ലാനുകൾ പരാജയപ്പെടുകയും സൈനിക നീക്കങ്ങൾ ശക്തമാവുകയും ചെയ്യുമ്പോൾ അത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി അവശേഷിക്കുന്നില്ല. ഊർജ്ജ പ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം, ആഗോള സാമ്പത്തിക മാന്ദ്യം എന്നിവയിലേക്കുള്ള വാതിലുകളാണ് ഇവിടെ തുറക്കപ്പെടുന്നത്. നയതന്ത്രം തോൽക്കുന്നിടത്ത് തോക്കുകൾ സംസാരിച്ചു തുടങ്ങും. പക്ഷേ ഈ സംസാരം അവസാനിപ്പിക്കാൻ എത്ര കാലമെടുക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. പശ്ചിമേഷ്യൻ മണ്ണിലെ ഓരോ സ്ഫോടനവും ആഗോള വിപണിയുടെ ഓരോ സ്പന്ദനത്തെയും ബാധിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംയമനത്തിൻ്റെയും വിവേകപൂർണമായ ഇടപെടലുകളുടെയും അഭാവം ലോകത്തെ ഒരു വലിയ ഇരുട്ടിലേക്കായിരിക്കും നയിക്കുക. വരും ദിവസങ്ങളിൽ അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങളും ഇറാന്റെ പ്രത്യാക്രമണങ്ങളുമാകും 21-ാം നൂറ്റാണ്ടിലെ ലോക ചരിത്രം നിർണ്ണയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.